വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. നമ്മുടെ പ്രീ പ്രൈമറിയുടെ എക്സാമിന്റെ ഡേറ്റ് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഏത് മന്തിലാണ് വരുന്നത് നമുക്കറിയാം അല്ലേ. അതായത് മെയ്, ജൂൺ, ജൂലൈ ആ ഒരു മാസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് പ്രീ പ്രൈമറിയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് എക്സാം ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഏത് ഡേ ആണെന്ന് നമുക്ക് വരുന്ന വഴിയേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ തവണ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. അപ്പോൾ നമുക്ക് ഒത്തിരി വേക്കൻസീസുകളുണ്ട് ഓരോ ജില്ലകളിലായിട്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ അറിയാം അത്യാവശ്യം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. ഇതിന് മുന്നേക്ക് 1, 2 അല്ലെങ്കിൽ 3 വേക്കൻസീസ് ഒക്കെ വരുന്ന ആ ഒരു സമയത്ത് തന്നെ ഇവിടെ ഒരു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറയുമ്പോൾ ഒത്തിരി വേക്കൻസീസുകൾ ഇവിടെ നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് പഠിക്കാനായിട്ട് ഇപ്പോൾ നമുക്കറിയാം മന്ത് അറിയാം, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളായിരിക്കും എക്സാം വരുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒരു 90 ഡേയ്സിൻ്റെ ടൈം ടേബിൾ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ തൊട്ടേ പഠിച്ചിട്ടുണ്ട് ഡേ 1 90 ഡേയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 90 ഡേയ്സ് ഉണ്ട് അല്ലെ, ഒരു 3 മന്ത് നമുക്ക് കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡേ 1 നമ്മൾ 2 പോർഷൻസുകൾ വെച്ചതാണ് പഠിക്കുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് ശിശു വിദ്യാഭ്യാസം, സാമൂഹ്യ ദാർശനിക അടിത്തറ, അതിലെ ആദർശവാദം, പ്രകൃതിവാദം അല്ലെങ്കിൽ ആ ഒരു തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങണം, ഫിലോസഫിയിലെ ആ ഒരു ഏരിയാസ് തൊട്ട്. ദെൻ നെക്സ്റ്റ് ശിശു വികസനവും ആരോഗ്യം, ബയോളജി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പോഷണവും പോഷകാഹാരവും തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങും. ദെൻ നെക്സ്റ്റ് ഡേ 2 വരുമ്പോൾ ശിശു വികാസവും മനഃശാസ്ത്രവും, അതായത് സൈക്കോളജിയാണ് പഠിച്ചു തുടങ്ങുന്നത്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പഠന രീതികൾ തൊട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. ദെൻ നെക്സ്റ്റ് പഠിക്കുന്നത് ഏജൻസികളും ധർമ്മങ്ങളും, വിദ്യാഭ്യാസ കമ്മീഷൻസ്, സന്നദ്ധ സംഘടനകൾ. അങ്ങനെ നമ്മളവിടെ സിലബസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം കഴിഞ്ഞ തവണ ഏറ്റവും റീസെൻ്റ്ലി മാറി വന്നിരിക്കുന്ന സിലബസ് ആണ്. അപ്പോൾ ഇനി അടുത്തെങ്കിലും നമുക്ക് എന്താണ് പെട്ടെന്നൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കേണ്ട അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു സിലബസ് വെച്ച് തന്നെയാണ് നമ്മളവിടെ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ സിലബസ് മാറി സിലബസിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഇവിടെ, റെക്കോർഡിംഗ് ക്ലാസ്സുകൾ തന്നെയാണ് ഇവിടെ അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ പ്ലസ് നമുക്ക് എന്താണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം അധികം ഇപ്പോഴേ പഠിച്ചു. ഇപ്പോൾ 90 ഡേയ്സ് അല്ലെങ്കിൽ 90 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി സമയമുണ്ട്, 3 മാസത്തോളം ഉണ്ട്. അത്രയുടെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അതൊന്നും അല്ല. കാരണം നമുക്ക് ദിവസങ്ങൾ കഴിയുന്നതോടെ ഇപ്പോൾ ഒരു 30 ഡേയ്സോ അല്ലെങ്കിൽ ഒരു 20 ഡേയ്സ് ഒക്കെ ആണെങ്കിൽ ടൈം ടേബിൾ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു ദിവസം 3 or 4 ഏരിയാസുകൾ നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്ത് തീർത്താലാണ് നമുക്ക് എന്താ പഠിക്കാൻ പറ്റുള്ളൂ. പലരും ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ബിസി ആയിരിക്കുന്നവരായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു 3 or 4 ടോപ്പിക്സുകൾ പഠിച്ചു തീർക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ നോക്കുക, എക്സാംസ് നോക്കുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ വീഡിയോസുകൾ കാണുക എന്നൊക്കെ പറയുന്നത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ ആണ്, എസ്പെഷ്യലി ജോലി ചെയ്യുന്നവർക്കും തിരക്കുള്ളവർക്കും. അപ്പോൾ ഇപ്പോഴേ തൊട്ടേ നമുക്ക് എന്താണ് ഒരു 90 ഡേയ്സ് എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ 2 ടോപ്പിക്കുകൾ മാത്രമാണ് പഠിക്കുന്നത്. ആ 2 ടോപ്പിക്കിൽ നിന്ന് 2 ഒരു സബ് അല്ലെങ്കിൽ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ആദർശവാദവും ഒന്ന് പ്രകൃതിവാദവും. ദെൻ നെക്സ്റ്റ് ആരോഗ്യം എന്ന് പറയുമ്പോൾ അത് നോക്കുകയാണെങ്കിൽ പോഷണവും പോഷകാഹാരവും, അങ്ങനെ ആ ഒരു പോർഷനേ നമുക്ക് അവിടെ പഠിക്കാനുള്ളൂ. അപ്പം ഇത് പഠിച്ച് ഇതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് നോക്കി, അതുകൂടാതെ അതിൽ വരുന്ന എക്സാംസുകൾ നോക്കി, അതുകൂടാതെ അതിൻ്റെ വീഡിയോസുകൾ കണ്ട് നോട്ട് നോക്കി, ലെക്ചർ നോട്ട് എഴുതി, ഇത് പോഷകവും പോഷകാഹാരവും നമുക്ക് ഏകദേശം ഒരു 1-2 മണിക്കൂർ നമുക്ക് ഒരു ദിവസം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്താണ് ഒരു ഡേ അല്ലേ, ആ ഒരു 1 ഡേ നമുക്ക് കറക്റ്റായിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് പഠിച്ച് തീർത്ത് പോകാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ഡേ 2 നമുക്ക് എന്താണ് വളരെ കുറച്ച് പോർഷൻ മാത്രമാണ് ഡേ 2 ഉള്ളത്. ഇവിടെ നോക്കാൻ ശിശു വികാസവും മനഃശാസ്ത്രവും സൈക്കോളജിയാണ്. അപ്പോൾ സൈക്കോളജിയിൽ ഈ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പഠന രീതികൾ എന്ന് പറയുമ്പോൾ പാർട്ട് 1 ഉം 2 ഉണ്ട്. പാർട്ട് 1 പഠിക്കുക, 2 പഠിക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ നോക്കുക, അതിൻ്റെ നോട്ട്സുകൾ നോക്കുക, ലെക്ചർ നോട്ടുകൾ കാണുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഏകദേശം ഒരു 1 hour കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ ഇത് ബേസിക് ആയിട്ട് തൊട്ടേ നമ്മൾ എന്താണ് ഇവിടെ പഠിച്ചു തുടങ്ങാണ് അല്ലേ. ഇപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് തൊട്ട് നമ്മളിവിടെ പഠിച്ചു തുടങ്ങാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഏജൻസികളും ധർമ്മങ്ങളാണ്, അതായത് വിദ്യാഭ്യാസ കമ്മീഷൻസുകളൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളൊക്കെ പഠിക്കുമ്പോൾ ഇതിൻ്റെ ഡേറ്റ്സുകളും കാര്യങ്ങളും അല്ലേ, ഡേറ്റുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, ഇതൊക്കെ നമ്മൾ എന്താണ് നന്നായിട്ട് പഠിക്കണം. അതുകൂടാതെ ഈ വ്യക്തി അല്ലെങ്കിൽ വിദ്യാഭ്യാസ കമ്മീഷൻസ് കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെ, ഇത് കമ്മീഷൻസ് പഠിക്കുമ്പോൾ നമുക്ക് ആഫ്റ്റർ ഇൻഡിപെൻഡൻറ്റും ബിഫോർ ഇൻഡിപെൻഡൻറ്റും പഠിക്കണം. ആഫ്റ്റർ ഇൻഡിപെൻഡൻറ്റും ബിഫോർ ഇൻഡിപെൻഡൻറ്റും നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 1 or 2 hour നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഏരിയ നമുക്കിവിടെ
പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് സന്നദ്ധ സംഘടനകളും അങ്ങനെ നമുക്കൊരു 1 hourൽ പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പം അങ്ങനെ മാക്സിമം ഒരു 3 hour 1 or 2 or 3 hour നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഓരോ ഡേയ്സ് നമുക്ക് പഠിച്ചു തീർത്ത് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ 7 days എത്തുമ്പോൾ നമുക്കെന്താ ഇവിടെ ഒരു എക്സാമിൻ അല്ലെങ്കിൽ എക്സാമൊക്കെ ചെയ്ത് നോക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എക്സാംസുകളൊക്കെ അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ വൈകാതെ തന്നെ ഒരു 90 days എന്നുള്ള ഒരു അല്ലെങ്കിൽ 90 ദിവസം എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിലൊന്ന് സെറ്റ് ചെയ്യുക, അതിനനുസരിച്ച് പഠിച്ചു തുടങ്ങുക. ഇവിടെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പ്രീ പ്രൈമറിയുടെ പുതിയ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക 8589083568. താങ്ക് യു.